അടുത്ത നമുക്ക് ആലപ്പുഴയിലേക്ക് പോകാം. പി ചിത്തരഞ്ജൻ ഇത്തവണ ഒരുപാട് പേർ സ്വപ്നം കാണുന്ന ആലപ്പുഴ. അതെ, ആലപ്പുഴ ചിത്തരഞ്ജന്റെ സ്കോർ നമുക്ക് നോക്കാം. പി ചിത്തരഞ്ജന്റെ മാർക്ക് 67.5. മോശമല്ല. മോശമല്ലെന്ന് മാത്രം ആലപ്പുഴ മണ്ഡലത്തിൽ റാങ്ക് 29ാമത്തെ റാങ്കാണ്. ബഹളമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അതെ, സിവിൽ സർവീസ് ആണെങ്കിൽ IFS കിട്ടും. 29ാമത്തെ റാങ്കാണ്. നല്ല മികച്ച റാങ്കാണ് പി ചിത്തരഞ്ജൻ. ആലപ്പുഴയിൽ 29ാമത്തെ റാങ്കാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 2021 11,244. ആലപ്പുഴ വളരെ കോൺഫിഡന്റ് ആണ് കേട്ടോ പി ചിത്തരഞ്ജൻ. അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിൽ, കയർ തൊഴിലാളികളുടെ വിഷയത്തിൽ, കർഷകരുടെ വിഷയത്തിൽ നേരിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന സമരത്തിലാണെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം KC വേണുഗോപാൽ കേരളത്തിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിൽ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ചിത്രരഞ്ജൻ കേൾക്കുന്നുണ്ട്. അവസാനം ഒരു കഥയും കൂടി ഇറങ്ങിയിട്ട് ചിലപ്പോൾ ആലപ്പുഴയിൽ അപ്രതീക്ഷിതമായിട്ട് KC വന്നേക്കാം എന്നുള്ളതാണ്. പക്ഷേ ഷുക്കൂർ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഏറ്റവും ആലപ്പുഴ വളരെ ക്ലീൻ സ്വീപ്പ് ആയിരുന്നു ആ അർത്ഥത്തിൽ LDF. അതുകൊണ്ട് പി ചിത്തരഞ്ജനെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ 6,284 വോട്ടിന്റെ ലീഡ് വളരെ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒന്നാണ്. ആലപ്പുഴ മണ്ഡലം LDFനോടൊപ്പം നിൽക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അടുത്തത് നമുക്ക് തിരൂരങ്ങാടിയിലേക്ക് പോയാം. KP മജീദിന്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. തിരൂരങ്ങാടിയിൽ KP മജീദിന്റെ പെർഫോമൻസ് അത്ര പോരാ, കുറവാണ്. പരീക്ഷ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളം ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ മുസ്ലിം ലീഗിന് മാത്രം ജയിച്ച സ്ഥലമാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ 112ാമത്തെ റാങ്കാണ്. 32 മാർക്ക് മാത്രമേ KP മജീദിന് കിട്ടിയുള്ളൂ. അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിൽ 9,578 വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അത് മുസ്ലിം ലീഗിന്റെ മണ്ഡലമാണ്. ഒരു പക്ഷേ പാർട്ടി വോട്ടാണ്, MLA-ക്കുള്ള വോട്ട്, MLA-ക്കുള്ള മാർക്കല്ല. പക്ഷേ കഴിഞ്ഞ നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 6 പഞ്ചായത്തും മുസ്ലിം ലീഗിനകത്തുള്ള യുവ നേതാക്കളുടെ ആവശ്യം കൂടി നമ്മൾ ഇതിനകത്ത് പരിഗണിക്കണം. പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു KP മജീദിനെ പോലുള്ള വളരെ പ്രായം ചെന്ന ആളുകൾ മാറി നിൽക്കണം എന്നുള്ളത്. ഭാവനാശേഷിയുള്ള നജീബ് കാന്തപുരത്തെ പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടിയെ പോലെ ആ സ്റ്റാച്ചറുള്ള നേതാക്കളായിരിക്കണം. ഇപ്പൊ KP മജീദൊക്കെ ഒരു തികച്ചും മാന്യനായ ലീഗ് നേതാവാണ്. പക്ഷേ ഈ മണ്ഡലം ആവശ്യപ്പെടുന്ന അത്ര വേഗതയോ ക്രിയാത്മകതയോ ഭാവനാത്മകതയോ ഒന്നും ഒരുപക്ഷെ നേതാക്കൾക്ക് ഉണ്ടാവില്ല. അതാണ് ഏറാണ്ട് സംഭവിച്ചത്. ബഷീർ നല്ല മികച്ച നേതാവാണ്. പക്ഷേ മണ്ഡലത്തിൽ MLA എന്ന നിലയിൽ ഇപ്പം നമ്മൾ നജീബ് കാന്തപുരവുമായിട്ടോ ഈവൻ PK കുഞ്ഞാലിക്കുട്ടിയായിട്ടോ താരതമ്യം ചെയ്യുമ്പോൾ, ഈവൻ മഹേഷുമായിട്ടോ താരതമ്യം ചെയ്യുമ്പോൾ, അഴീക്കോടിലെ സുമേഷുമായിട്ടോ താരതമ്യം ചെയ്യുമ്പോൾ ഏറെ പിന്നിലാണ്. ഈ പൊതുപ്രവർത്തനം എന്നതിനപ്പുറത്തെ രാഷ്ട്രീയവുമായിട്ടാണ് അവർ കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. പിന്നെ മാത്രമല്ല അതൊരു ഷുവർ സീറ്റ് ആണല്ലോ. നിങ്ങൾ അവിടെ അതൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കോ അദ്ദേഹത്തിന് തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഇതിനകത്ത് ഒന്നുമില്ല. ഇത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് അവിടെ വർക്ക് ചെയ്തത്. പക്ഷേ ഇതിന്റെ ഒരു സർവേയുടെ റിസൾട്ടിന്റെ ഒരു സത്യസന്ധത എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ കാര്യങ്ങൾ ചെയ്തവർക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അഴീക്കോട്, ഇപ്പൊ കരുനാഗപ്പള്ളി, പറവൂര്, ഹരിപ്പാട്, പുതുപ്പള്ളി